മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മിനി ബഡ്ജറ്റിലെ ആദ്യത്തെ 3 കമ്പോണന്റുകൾ എടുത്താൽ തന്നെ ഇതിലെ നയമുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവിടെ ഇരിക്കട്ടെ, അത് പ്രഖ്യാപിത വാഗ്ദാനമാണ്. ബാക്കിയുള്ള 3 കാര്യങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി മിനി ബഡ്ജറ്റ് എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ. വമ്പൻ പ്രഖ്യാപനങ്ങളാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലാണ് എവിടെ നയം കിടക്കുന്നു എന്ന ചോദ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ, രാജ്യത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ പ്രേക്ഷകർക്കറിയാമല്ലോ, അൺപെയ്ഡ് ലേബർ ചെയ്യുന്ന, പ്രതിഫലമില്ലാത്ത വേല ചെയ്തുകൊണ്ടിരിക്കുന്ന, വേലയില്ലാ കൂലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെ ചേർത്തു പിടിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന മട്ടിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പദ്ധതിയിലും ഉൾപ്പെട്ടു പോയിട്ടില്ലാത്ത വീട്ടുപണികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ അവരുടെ കയ്യിലേക്ക് വരികയാണ്. നാമമാത്രമാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ 1000 രൂപ ചെറുതല്ല. അത് അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്നു, അവരുടെ അവസ്ഥയെ കൂടി വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതൊരു നയമാണ്. രണ്ടാമത്തേത് എന്താ? യുവതലമുറയ്ക്കുള്ള കണക്ട് ടു വർക്ക് എന്ന സ്കോളർഷിപ്പ് പദ്ധതി കൊടുക്കുകയാണ്. യുവതലമുറയെ കൂടി ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങൾ നൈപുണ്യ വികസനത്തിനു വേണ്ടി നിങ്ങൾ പാഴാക്കുന്ന സമയത്ത് സർക്കാർ നിങ്ങളെ സ്പോൺസർ ചെയ്യുകയാണ് എന്ന മട്ടിലാണ്. 1000 രൂപ, അതും ചെറുതായൊരു കാര്യമല്ല, അവർക്കൊരു സ്കോളർഷിപ്പ് പോലെ അവർക്ക് കിട്ടുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് എന്താ? നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡായിട്ട് അനുവദിച്ചിരിക്കുന്ന 1000 രൂപ ഓരോ യൂണിറ്റിനും കിട്ടാൻ പോവുകയാണ്. 23 കോടി രൂപ ചെലവ് വരും. കണക്ട് വർക്കിന് 600 കോടി രൂപ ചെലവ് വരും. ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നയമാണ്. ഞാൻ പറഞ്ഞത്, പ്രകടന പത്രികയിൽ പറയാതെ ഈ സംസ്ഥാന സർക്കാർ ഇക്കുറി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 3 പ്രധാനപ്പെട്ട ആശയങ്ങളും. ഇതിന് എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നുള്ളതാണ് പ്രശ്നം. ഈ നയമായിട്ട് നിൽക്കില്ല. നയം നടപ്പിൽ വരുത്തണമെങ്കിൽ അതിന് സാമ്പത്തികമായ ഉറവിടങ്ങൾ വേണം. അപ്പോൾ ചോദ്യം വരും, സംസ്ഥാന സർക്കാരിന് അതിന് കഴിവില്ലെങ്കിൽ അത് പ്രഖ്യാപിക്കണോ? സംസ്ഥാന സർക്കാരിന് കഴിവുണ്ടെന്ന് തെളിയിച്ചതുകൊണ്ടാണ് തനത് നികുതി വരുമാനത്തിൽ വലിയ വർധനവ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. CAG പോലും പറഞ്ഞിരിക്കുന്നത് അതാണ്. തനത് നികുതി വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം.